Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ചെയ്തോളൂ കേട്ടോ. Okay, ma'am. ദൈവമേ ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീയൻ ദീപമായിടലേ. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയിൽ തൂകണമേ. താങ്ക് യു, മാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്ന് MT16 എത്ര പേരുണ്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്? MT16 എന്റെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, നോക്കിയായിരുന്നോ? ഇന്ന് ഡിപ്ലോമയുടെ ക്ലാസ് 2 മണിക്കാണ് കേട്ടോ, ഉച്ചയ്ക്ക്. കാരണം നമ്മുടെ PG ക്ലാസ് ചിലപ്പോൾ 1:30 വരെ നീളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ എന്ന രീതിയിൽ 2 മണിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ? ഓക്കെ, പിന്നെ ഇന്നാണ് നമ്മുടെ PG ക്ലാസ് തീരുന്നത്. പക്ഷെ അപർണ മിസ്സിന്റെ ഒരു ക്ലാസ്, ഒരു സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് വ്യാഴാഴ്ച ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പറയാൻ പറഞ്ഞു മിസ് നിങ്ങളോട്. ഓക്കെ, അപ്പോ അതിന്റെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും, ടൈമും മറ്റും കേട്ടോ. 12 to 1 തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നോട്. എന്നാലും നിങ്ങൾ മെസ്സേജ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ വായിച്ചു വന്നിട്ടുണ്ടോ? ഞാൻ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഇനി 6th പോയിന്റ്. 6th പോയിന്റ് ആണ് അല്ലെ പറയാനുള്ളത്. ഓക്കെ, കൺസ്ട്രക്റ്റീവ് മൈൻഡ് ആരെങ്കിലും ഒരാളെന്ന് റീഡ് ചെയ്തേ. കൺസ്ട്രക്റ്റീവ് മൈൻഡ്.
constructive mind. An inspector should possess a productive mind rather than a destructive one. He should never undertake a visit to a school with a pure object of fault finding. An inspector who fails to praise when encouragement is deserved is falling as much in his duties as one who falls to criticize when criticism is deserved. He should have a problem solving attitude and should help teacher in tackling the problems with which they are trashed. ആരാ വായിച്ചത്? ചിക്കുമോളാ മാം. ചിക്കുമോള് കുറച്ച് പോയിന്റ്സ് വായിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളെ കൊണ്ട് വായിപ്പിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് കൺസ്ട്രക്റ്റീവ് മൈൻഡ് എന്ന് നമുക്ക് നോക്കാം. കൺസ്ട്രക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാല് കുറ്റം മാത്രം കണ്ടുപിടിക്കാനായിട്ട് ഒരിക്കലും ഒരു ഇൻസ്പെക്ടർ ശ്രമിക്കരുത്. അത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാല് അവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനായിട്ട് നോക്കരുത്. അപ്രീസിയേഷൻ അർഹിക്കുന്നതാണെങ്കിൽ അത് കൊടുത്തിരിക്കണം നിർബന്ധമായിട്ട്. ആർക്കെങ്കിലും പ്രശംസ അർഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ പ്രശംസ കൊടുത്തിരിക്കണം. പിന്നെ പ്രശ്നങ്ങള് പരിഹാരം കാണാനായിട്ട്, പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാകരുത്. പ്രശംസ കൊടുക്കേണ്ട സ്ഥലത്ത് പ്രശംസ കൊടുത്തിരിക്കണം. പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വ്യക്തി കൂടിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ. അതുകൊണ്ടാണ് കൺസ്ട്രക്റ്റീവ് മൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് വായിച്ചോളൂ ചിക്കുമോളെ. ഓർഗനൈസിംഗ് കപ്പാസിറ്റി. Organizing capacity. As he is to serve as teachers of teacher, he should have the capacity to organize refresher courses, meetings, seminars, and discussions. അതായത് ഒരു കഴിവുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ടീച്ചേഴ്സിന്റെ ടീച്ചറാണ്, അതായത് ടീച്ചർമാരുടെ ടീച്ചറാണ് ആരായിട്ട് വരുന്നത്? അതായത് എല്ലാവർക്കും നല്ല രീതിയിൽ സെർവ് ചെയ്യാനായിട്ട് ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ചില റിഫ്രഷർ കോഴ്സുകള്, ചില മീറ്റിങ്ങുകള്, സെമിനാറുകള്, ഡിസ്കഷൻസ് ഇതൊക്കെ നടത്താനായിട്ട് കഴിവുള്ള വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ. അതായത് ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടി പലതരത്തിലുള്ള ഡിസ്കഷൻ നടത്താനായിട്ട് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. സെമിനാറുകൾ നടത്താൻ കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മീറ്റിങ്ങുകള്, റിഫ്രഷർ കോഴ്സുകളൊക്കെ നടത്താനായിട്ട് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് 8ാമത്തെ പോയിന്റ് വായിച്ചോളൂ കേട്ടോ. Expert in various subjects. An inspector should be experienced in many languages and subjects. This is particularly important in our schools where different media of instruction are followed. എക്സ്പേർട്ട് ഇൻ വേരിയസ് സബ്ജക്ട്. ആ ഹെഡിങ്ങിൽ തന്നെ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്തായിരിക്കും? ഇൻസ്പെക്ടർ ആരായിരിക്കണം? ഹെഡിങ് എന്താ പറയുന്നേ? പല സബ്ജക്റ്റുകളിലും പല സബ്ജക്റ്റുകളിലും പല ലാംഗ്വേജുകളിലും കഴിവുള്ള വ്യക്തിയായിരിക്കണം. എക്സ്പേർട്ട് ആയിരിക്കണം കേട്ടോ. അതായത് പല വിഷയങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി കൂടിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ലെയ്സൺ ഓഫീസർ. ലെയ്സൺ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചു ചിക്കുമോളെ. A liaison officer. An inspector should be a friendly liaison officer between the department and the field worker, a mediator linking up sprinkled educational experiences and experiments. Heart of the California University, a specialist in school administration, has enumerated 7 abilities which every administrator and supervisor should bring to an ample degree to discharge his duty well. The first is the ability to identify the especially worthwhile things that are taking place in the school system. The second is to organize the school system so that basically worthwhile things discovered are spread throughout the system. The third is to overcome the inability of others without losing their will. The fourth is to set goals that are within the reach of an individual. The fifth ability is that of making everyone in the school system
feel the worthiness of his job. The sixth is that of helping everyone in the system to grow professionally and grow in service to society. And the seventh is to make those who work for or with the administrator or supervisor personally happy. ലൈസൺ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കണം. ആർക്ക് തമ്മിലുള്ള, അതായത് ഡിപ്പാർട്ട്മെന്റിനും ടീച്ചേഴ്സിനും തമ്മിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അവർക്കിടയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഇൻസ്പെക്ടർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു നല്ലൊരു കണ്ണിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബ്രിഡ്ജായിട്ട്, ഒരു പാലമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ആർക്ക് കഴിവുണ്ടായിരിക്കണം? ഇൻസ്പെക്ടർക്ക് കഴിവുണ്ടായിരിക്കണം. അപ്പോ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ ഒരു 7 എബിലിറ്റീസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 7 കഴിവുകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ 7 കഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട്. The first is the ability to identify the especially worthwhile things that are taking place in the school system. അതായത് സ്കൂളിലെ നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണം. സ്കൂളിലെ നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് വൺ. The second is to organize the school system so that basically worthwhile things discovered are spread throughout the system. രണ്ടാമത്തത് നല്ല കാര്യങ്ങള് എല്ലായിടത്തും എത്തിക്കാൻ സ്കൂളിനെ സംഘടിപ്പിക്കണം. ഓക്കെ, അതായത് നല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണം? എല്ലായിടത്തും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിനെ സംഘടിപ്പിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തത് the third is to overcome the inability of others without losing their goodwill. മൂന്നാമത്തത് മറ്റുള്ളവരുടെ പോരായ്മകൾ മറികടക്കാനായിട്ട് സഹായിക്കണം. മറ്റുള്ളവരുടെ പോരായ്മകൾ മറികടക്കാനായിട്ട് സഹായിക്കണം. നാലാമത്തത് the fourth is to set goals that are within the reach of an individual. വ്യക്തികൾക്ക്, അതായത് ഇൻഡിവിജ്വൽസിന് നേടാനുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ വ്യക്തികൾക്ക് ആയാലും ഇപ്പൊ ടീച്ചേഴ്സ് പെടാം, അഡ്മിനിസ്ട്രേറ്റേഴ്സ് പെടാം, അല്ലെ? അപ്പൊ അവർക്ക് നേടാനുള്ള ലക്ഷ്യങ്ങൾ, ഗോൾസ് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. The fifth ability is that of making everyone in the school system feel the worthiness of his job. അതായത് എല്ലാവർക്കും അവരുടെ ജോലിയുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കണം. എല്ലാവർക്കും അവരുടെ ജോലിയുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, അടുത്തത് the sixth is that of helping everyone in the system to grow professionally and grow in service to society. എല്ലാവരെയും പ്രൊഫഷണൽ ആയിട്ട് വളരാനായിട്ട് സഹായിക്കും. And the seventh is to make those who work for or with the administrator or supervisor personally happy. പിന്നെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ സന്തോഷിപ്പിക്കുകയും വേണം. അപ്പൊ ഇതാണ് ഒരു ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട 7 എബിലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണ്? യെസ്. ഇനി 10th പോയിന്റ് വായിച്ചോളൂ ചിക്കുമോളെ. Supervisor as a good administrator. Expert in playing various roles include personal administration, appointment, promotion and transfer of the teaching, non-teaching and inspecting staff, the performance, appraisal and disciplinary control, financial administration, sanctioning and വിതരണം എന്നാണ് കേട്ടോ. of grant in aim. ഡിപ്ലോമയിൽ കേട്ടിട്ടില്ലേ? ഡിപ്ലോമയിൽ ഉണ്ടല്ലോ. എന്തിലാണ്? ഡിസ്ബേഴ്സ്മെന്റ് ഡിപ്ലോമയിലുണ്ട്. പാർട്ട് 4 ഒരു ചാപ്റ്ററിൽ ഉണ്ട് കേട്ടോ. വിതരണം എന്നാണ്. വിതരണം. ഇപ്പൊ സാലറി സ്കൂൾ മാനേജ്മെന്റിലാണെന്നാണ് തോന്നുന്നത്. സാലറി ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശമ്പള വിതരണം. സപ്ലൈ ആണ് കേട്ടോ. ഡിസ്ബേഴ്സ്മെന്റ് മീൻസ് സപ്ലൈ. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. Disbursement of teachers' salaries, audit and inspection of accounts, dealing with disputes between teacher and management and attending to quasi-judicial cases, dealing with the local bodies and the Panchayat Raj institutions. ഓക്കെ, അപ്പൊ സൂപ്പർവൈസർ ആസ് എ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ കുറേയധികം റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ റോളുകൾ നമുക്ക് നോക്കാം.
പ്രധാനമായിട്ടും പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് അധ്യാപകരെ, ടീച്ചേഴ്സിന്റെയും മറ്റ് ജീവനക്കാരുടെയും അപ്പോയിന്റ്മെന്റുകൾ വരും, പ്രൊമോഷൻ വരും, ട്രാൻസ്ഫർ വരും, പിന്നെ പരിശോധനകൾ വരും, പിന്നെ അതുപോലെ തന്നെ അച്ചടക്ക നടപടികൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിലാണ് വരുന്നത്. ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് അധ്യാപകരും മാനേജ്മെന്റും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. അതുപോലെ തന്നെ ശമ്പളം ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് ഗ്രാന്റുകൾ അനുവദിക്കുക. അതായത് സർക്കാരുകളാണ് എന്ത് കൊടുക്കുന്നത്? ഗ്രാന്റുകൾ കൊടുക്കുന്നത് അല്ലെ, സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ. ഗ്രാന്റുകൾ ആരാ കൊടുക്കുന്നത്? സർക്കാരല്ലേ? ആണോ? ആണ്. അപ്പൊ ഗ്രാന്റുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് ആരാണ്? അത് ഇൻസ്പെക്ടറാണ്. അപ്പൊ ഗ്രാന്റുകൾ അനുവദിക്കണം, അതുപോലെ തന്നെ ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ഓഡിറ്റ്, അതുപോലെ തന്നെ കണക്കുകൾ പരിശോധിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തതാണ് ഡീലിംഗ് വിത്ത് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആൻഡ് അറ്റൻഡിംഗ് ക്വാസി ജുഡീഷ്യൽ കേസസ്. അതായത് അധ്യാപകരും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കണം, പിന്നെ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിക്കണം. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള തർക്കങ്ങൾ, അതായത് മാനേജ്മെന്റ് ടീച്ചർമാർ തമ്മിൽ എന്തെങ്കിലും കേസസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുവാണെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയാ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യാനുള്ള വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ. അതുപോലെ തന്നെ ഡീലിംഗ് വിത്ത് ലോക്കൽ ബോഡീസ് ആൻഡ് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടുള്ള ഡീലിംഗ്, അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്കൂളിൽ കിട്ടാനുണ്ടെങ്കിൽ പഞ്ചായത്തുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബ്ലോക്ക് തല സഹായങ്ങള് അല്ലെങ്കിൽ ജില്ലാതല സഹായങ്ങള് ഇതൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പൊ സൂപ്പർവൈസർ ആസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ നോക്കുന്നു, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഡിസ്പ്യൂട്ട്സ് അത് എന്താ പറയാ സോൾവ് ചെയ്യുന്നു, പിന്നെ ലോക്കൽ ബോഡീസുമായിട്ടൊക്കെ ഡീൽ ചെയ്യും. ഇത്രയുമാണ് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് വായിച്ചോളൂ കേട്ടോ. റോൾ ആസ് എ സൂപ്പർവൈസർ ആൻഡ് ഇൻസ്പെക്ടർ. വേറെ ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വായിക്കാം. ഇപ്പൊ ചിക്കുമോള് കുറെ വായിച്ചു. വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? നമ്രത വായിച്ചോളൂ. A supervisor should be able to provide academic, captainship, and technical advice for advancing the teaching-learning process. Role as professional leader and innovator. ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയട്ടെ. റോൾ ആസ് എ സൂപ്പർവൈസർ ആൻഡ് ഇൻസ്പെക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അധ്യാപകരുടെ അതുപോലെ തന്നെ അവരുടെ ലേണിംഗ് പ്രോസസ് ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അവർ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അക്കാദമിക് പരമായിട്ടുള്ള ലീഡർഷിപ്പും അതുപോലെ തന്നെ സാങ്കേതിക ഉപദേശവും നൽകണം. അതായത് അവരുടെ ലേണിംഗ് പ്രോസസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? ഇൻസ്പെക്ടറുടെ ജോലിയാണ്. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതും ഇൻസ്പെക്ടറുടെ ജോലിയാണ് കേട്ടോ. റോൾ ആസ് എ സൂപ്പർവൈസർ ആൻഡ് ഇൻസ്പെക്ടർ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി അടുത്തത് വായിച്ചോളൂ കേട്ടോ. 12ാമത്തെ പോയിന്റ്, Role as professional leader and innovator. He must be an expert in organizing direction programs, refresher courses, in service training programs, diffusion of new ideas and popularization of tested good practices, encouraging experiments and other innovations. Okay. എന്താണ് റോൾ ആസ് പ്രൊഫഷണൽ ലീഡർ ആൻഡ് ഇന്നോവേറ്റർ എന്ന് പറയുന്നത്? അതായത് റിഫ്രഷർ കോഴ്സുകള്, ഇൻ സർവീസ് ട്രെയിനിങ്, പിന്നെ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, നല്ല രീതിയിൽ അത് ജനകീയമാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ആര്? ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. 13ാമത്തെ വായിച്ചോളൂ കേട്ടോ. Role as development generalist and planner. This implies competent training and efficiency in cooperating and collaborating with other departments in the overall development planning of the district.
ഓക്കെ, അതായത് ഒരു ഡിസ്ട്രിക്റ്റിന്റെ തന്നെ, ഒരു ജില്ലയുടെ തന്നെ മൊത്തത്തിലുള്ള പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സഹകരിക്കുക, അതിന്റെ വകുപ്പുകളുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടാവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇൻസ്പെക്ടർ. ഓക്കെ, 14ാമത്തെ പോയിന്റ് വായിച്ചോളൂ. Role as bridge builder between the school and the community. A supervisor should be adroit in fostering good public relations, securing community participation, for improving and developing educational institutions, making institutions consciousness of the want to serve the community better. ഓക്കെ, അതായത് ഒരു സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ സ്കൂളും സമൂഹവും തമ്മിലുള്ള ഒരു പാലം പോലെയാകണം എന്നാണ് പറയുന്നത്. ഒരു ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കണം, നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാകണം, പിന്നെ സമൂഹത്തിന്റെ, സൊസൈറ്റിയുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സമൂഹത്തിന് നന്നായി സേവിക്കാൻ പ്രാപ്തമാക്കണം എന്നിവയാണ് ഇൻസ്പെക്ടറുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി ഒന്ന് സമപ്പ് ചെയ്തേ. അവിടെ ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട് അമൃത, അതൊന്ന് വായിക്കാമോ? Okay, miss. Let's sum up the qualities of an inspector. It may be declared that he should be a man of learning, faith, painstaking energy, and imbued with a spirit of progress and experimentation, and above bias of all personal affiliation. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന വ്യക്തി അറിവുള്ള വ്യക്തിയായിരിക്കണം, വിശ്വാസമുള്ള വ്യക്തിയായിരിക്കണം, കഠിനാധ്വാനി ആയിരിക്കണം, പിന്നെ എന്താ പറയാ, പുരോഗമന ചിന്താഗതിയുള്ള വ്യക്തിയായിരിക്കണം, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അതീതനായിട്ടുള്ള വ്യക്തി കൂടിയായിരിക്കണം ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കേ അല്ലേ? ഇനി നിങ്ങൾ നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് ഇൻസ്പെക്ടർ ഒന്ന് വായിച്ചോളൂ കേട്ടോ. റീഡ് ചെയ്യാം, മൈൻഡിൽ റീഡ് ചെയ്യാം കേട്ടോ. ആദ്യം സെലക്ഷൻ ഓഫ് ഇൻസ്പെക്ടർ. അമർനാ മിസ്സിന്റെ സെമിനാർ എടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് പറയാമോ? സെമിനാർ എത്തിച്ചിരുന്നില്ലേ മിസ്? യെസ് മാം. പ്രസീത. പ്രസീത റെഡിയാണോ ചെയ്യാനായിട്ട്? യെസ് മാം. പിന്നെ വേറെ ആരൊക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? വേറെ ആരെങ്കിലും ഉണ്ടോ? പ്രസീത മാത്രമേ ഉള്ളൂ അല്ലേ?
അപ്പൊ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരാളൊന്ന് ഉറക്കെ വായിക്കാമോ? ആരെങ്കിലും ഒരാൾ വായിക്കാത്തവര് വായിക്കാം കേട്ടോ. അപ്പൊ ചിക്കുമോള് വായിച്ചു. നമുക്ക് ആ ആരാ വായിക്കുന്നത്? യുഗിയ. Selection of Selection of inspectors. In view of the multifarious operations, an inspection is normal to perform. It is very imperative that sufficient care is taken in the selection of the inspecting personnel. It is suggested by the Secondary Education Commission that a person to be chosen as an inspector should possess high academic qualification and honors or master's degree with teacher's training, and should have had teaching experience in schools for at least 10 years, or should have been a headmaster of a high school for a minimum period of 3 years. In addition to direct enrollment, the inspector should also be drawn from teachers with 10 years experience, experienced headmasters of high schools, qualified staff of training colleges. The Commission further prescribes that suitable persons from any of 3 categories may be appointed as inspector for a period of 3 to 5 years, after which they may revert to their original posts. വായിക്കട്ടെ മിസ്സേ? ആ വായിച്ചോളൂ. This will empower them to എന്താ മിസ്സേ? വായിച്ചോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. This will empower them to appreciate the position of the inspector and access the problems of the schools with greater appreciation of the realities from their own experience. The Zakir Hussain committees has substituted the word supervisor for inspectors. According to this report, an efficient and supervisory staff is almost as important for the new schools as well trained teaching personnel. Supervision is a fairly supervised work, and we would recommend that provision should be made for the training of supervisors to meet the ever-growing needs of an expanding school system.
The minimum qualification for a supervisor, according to the Zakir Hussain Committee, should be complete training as a basic school teacher with at least 2 years of experience of successful teaching and a year of special training in the work of supervision and administration. Supervision should not be mere inspection. It should mean personal cooperation and help offered by one who knows more to a less experienced or less resourceful colleagues. Supervisors should actually be able to play the role of leaders and guides in the educational experiment in order that the more important responsibilities of helpful guidance and leadership may be properly completed. It is essential that the load of unavoidable and administrative routine should be as light as possible. Therefore, there should be a sufficient number of supervisors, and the supervisory district should not be unmanageably large. This will mean greater expense, but the economy here will be a bad economy. കഴിഞ്ഞു മിസ്സേ. ഓക്കെ, എന്നാ മനസ്സിലായതല്ലോ ദിയ? എന്തൊക്കെയാണ് ഇൻസ്പെക്ടറിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്? അതായത് നമ്മൾക്ക് ഒരു ടീച്ചേഴ്സിന് 10 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി അത് ഒരു ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ അവര് ഹൈസ്കൂളിലെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം നമ്മള് എന്താ പറയാ ഇതിൽ പറയുന്നുണ്ട് കേട്ടാ, 10 years ആണ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണ്ടേ. പിന്നെ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഒരു 3 years എക്സ്പീരിയൻസ് ആൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ക്വാളിഫൈഡ് സ്റ്റാഫിനെയാണ് നമ്മൾ കൂടുതലായിട്ടും, ക്വാളിഫൈഡ് ആയിട്ട് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് നമ്മൾ കൂടുതലായിട്ടും സൂപ്പർവൈസറായിട്ട് ഇൻസ്പെക്ടറായിട്ട് നമ്മൾ നിയമിക്കുന്നത്. പിന്നെ സക്കീർ ഹുസൈൻ കമ്മിറ്റിയിലെ സൂപ്പർവൈസർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് അവരുടെ 2 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാമോ മിസ്സേ? വേറെ ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. അതായത് ടീച്ചേഴ്സിനെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10 year എക്സ്പീരിയൻസ്, 10 വർഷത്തിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും എന്നാ പറയുന്നത് ടീച്ചിങ് പ്രൊഫഷനിലെ. പിന്നെ ഹെഡ് മാസ്റ്റർക്ക് ആണെങ്കിൽ 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് കൂടുതലും സൂപ്പർവൈസർ, നമുക്ക് ഇൻസ്പെക്ടർ ആയിട്ട് അവര് നിയമിക്കുന്നത്. പിന്നെ ഈ സക്കീർ ഹുസൈൻ കമ്മിറ്റിയിലെ ഇൻസ്പെക്ടർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതില് ടീച്ചേഴ്സിന് ഒരു മിനിമം 2 വർഷമെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഒരു ഇൻസ്പെക്ടറുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒന്നെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് ടീച്ചർ ട്രെയിനിങ് വേണം. പിന്നെ ടീച്ചിങ് എക്സ്പീരിയൻസ് സ്കൂളിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷം വേണം. അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരിക്കണം. ഹെഡ് മാസ്റ്റർ ആയിട്ട് മിനിമം 3 വർഷം ആയിരിക്കണം. അതാണ് ഒരു ഇൻസ്പെക്ടറുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അത് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ടീച്ചറിന് 10 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഹൈസ്കൂൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ ആയിരിക്കണം. ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഓഫ് ട്രെയിനിങ് കോളേജസ്. പിന്നെ സക്കീർ ഹുസൈൻ കമ്മിറ്റിയിൽ പറയുന്നത് ഇത് complete training as a basic school teacher with at least 2 year experience ഉണ്ടായിരിക്കണം. പിന്നെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് സൂപ്പർവിഷനിൽ എടുത്തിരിക്കണം.
ഇത്രയുമാണ് പറയുന്നത് അല്ലെ. സൂപ്പർവൈസേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് 3 ഇയേഴ്സിലേക്കാണ്. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവരുടെ ഒറിജിനൽ പോസ്റ്റിലേക്ക് അവർക്ക് കംബാക്ക് തിരിച്ചു പോവാം. പിന്നെ സെക്യൂരിറ്റി കമ്മിറ്റി ആ സൂപ്പർവൈസറിന്റെ ടൈം അവരത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, വേറൊരു വേർഡ് വെച്ചിട്ട് ഇൻസ്പെക്ടർ എന്നൊക്കെ. അപ്പോ സ്കൂള് ഇൻസ്പെക്ടറുടെ സെലക്ഷൻ എങ്ങനെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോ ഇതിനകത്ത് പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പ്രകാരം ഇൻസ്പെക്ടർ ആകാൻ വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് അക്കാദമിക് യോഗ്യത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അത് പറയുന്നത് ഓണേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ബിരുദമോ അതിന്റെ കൂടെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങോ ഉള്ള വ്യക്തിയായിരിക്കണം ആര് ആവേണ്ടത്, ഇൻസ്പെക്ടർ ആവേണ്ടത്. എന്താണ് ഓണേഴ്സ് ഡിഗ്രി, എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രി, എന്താ വ്യത്യാസം? മാസ്റ്റേഴ്സ് ഡിഗ്രി എന്താ? PG വരുന്നതാണ്. PG ആണ് അല്ലെ മാസ്റ്റേഴ്സ് ഡിഗ്രി. അപ്പൊ ഓണേഴ്സ് ഡിഗ്രി ഓണേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാം ഒരു വിഷയത്തില് എക്സ്പേർട്ട് ആയിട്ടൊരു സ്റ്റഡി എടുക്കുന്നത്, സ്പെഷ്യലൈസേഷൻ എടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സാധാരണ ഡിഗ്രിയിൽ നിന്ന് കുറച്ചും കൂടി കാലയളവ് കൂടുതലായിരിക്കും കേട്ടോ. ചിലപ്പോ 4 വർഷമൊക്കെ ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഇപ്പൊ നമ്മൾ BA ഇംഗ്ലീഷ് എന്ന് പറയുന്നതിന് പകരം BA ഓണേഴ്സ് ഇൻ ഇംഗ്ലീഷ് അങ്ങനെയായിരിക്കും ചിലപ്പോ എന്ത് പറയാ ആ ഡിഗ്രിയെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ഒരു കാര്യത്തെ കുറിച്ച് ഡെപ്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓണേഴ്സ് ഡിഗ്രി എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി PG ഉള്ള ഒരു വ്യക്തി, അതിന്റെ കൂടെ എന്തും കൂടി വേണമെന്ന് പറയുന്നുണ്ട് ഇവിടെ. എന്താ വേണ്ടത്? ടീച്ചിങ് ട്രെയിനിങ് എക്സ്പീരിയൻസ് 10 വർഷം. ടീച്ചിങ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം ആര്, ഈ ഇൻസ്പെക്ടർ ആവേണ്ടത്. പിന്നെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അല്ലെ, പരിചയ സമ്പത്ത് അല്ലെ, അതായത് കുറഞ്ഞത് 10 വർഷമെങ്കിലും സ്കൂളില് പഠിപ്പിച്ചിട്ടുള്ള ഒരു പരിചയം ഉണ്ടായിരിക്കണം. അപ്പൊ 10 വർഷമെങ്കിലും എന്ത് ചെയ്തിരിക്കണം, സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയെയാണ് ആരാക്കുന്നത്, ഇൻസ്പെക്ടർ ആക്കുന്നത്. ഒരു നീണ്ട കാലയളവാണല്ലേ അല്ലെ 10 വർഷം, എന്നാൽ മാത്രമേ നമുക്ക് ആകാൻ പറ്റുള്ളൂ അല്ലെ. യെസ്, അതുപോലെ തന്നെ 3 വർഷം. അപ്പൊ 10 വർഷം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തി, അതുമല്ലെങ്കിൽ 3 വർഷം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി. ഒന്നല്ലെങ്കിൽ 10 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ 3 വർഷം ഹെഡ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയെ ആണ് ആരായിട്ട് നിയമിക്കുന്നത്, സ്കൂൾ ഇൻസ്പെക്ടർ ആയിട്ട് നിയമിക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ഹെഡ് മാസ്റ്റർ ആവാൻ ടീച്ചിങ് എക്സ്പീരിയൻസ് വേണമോ? പിന്നെ വേണ്ടേ, ടീച്ചിങ് എക്സ്പീരിയൻസ് വേണ്ടേ ഹെഡ് മാസ്റ്റർ ആവാനായിട്ട്? ടീച്ചർ ആയിട്ടല്ലേ പിന്നീട് ഹെഡ് മാസ്റ്റർ ആവുള്ളൂ. ഇപ്പൊ ഈ MBA ഒക്കെ ചെയ്യുന്നവരൊക്കെ മാം ചിലപ്പോ ഈ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലൊക്കെ എത്താറില്ല. അതെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്റെ അറിവിൽ അങ്ങനെയാണ്. ഇനി പുതുതായിട്ട് വല്ല നിയമങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഇല്ല മാം, ടീച്ചിങ് സ്റ്റാഫിനെയാണ്, ടീച്ചേഴ്സിനെയാണ് ഹെഡ് മാസ്റ്റർ ആക്കുക. അവർക്ക് ടീച്ചേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, പിന്നെ ഇത്ര വർഷം പഠിപ്പിക്കണം. പഠിപ്പിക്കാനായിട്ട് നമുക്ക് നിർബന്ധമായിട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, പിന്നെ അതുപോലെ ഇത്ര വർഷം എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് ഒരാളെ നമ്മൾ ഹെഡ് ആക്കുന്നത്. ഓക്കെ, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിന് നിർബന്ധമായിട്ട് എന്ത് വേണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ, പിന്നെ 10 വർഷം പരിചയമുള്ള അധ്യാപകരിൽ നിന്ന് ഇൻസ്പെക്ടർമാരെ അവരുടെ നിയമനം പ്രതീക്ഷിക്കാറുണ്ട്. പിന്നെ പരിചയ സമ്പന്നരായിട്ടുള്ള ഹെഡ് മാസ്റ്ററിൽ നിന്നും ഇൻസ്പെക്ടർമാരെ തിരഞ്ഞെടുക്കാറുണ്ട്. പിന്നെ ട്രെയിനിങ് കോളേജുകളിൽ പഠിപ്പിക്കുന്ന സ്റ്റാഫുകളില്ലേ, ട്രെയിനിങ് കോളേജുകളിൽ പഠിപ്പിക്കുന്ന ആളുകളില്ലേ, ടീച്ചർമാരെ പഠിപ്പിക്കുന്ന വ്യക്തികള്, അതായത് ട്രെയിനിങ് കോഴ്സിന് വന്നിട്ടുള്ള ടീച്ചർമാരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവരിൽ നിന്നും യോഗ്യരായിട്ടുള്ള ഇൻസ്പെക്ടർമാരെ തിരഞ്ഞെടുക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട യോഗ്യതകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ആളുകൾ, അപ്പൊ ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നവരെ 3 വർഷം മുതൽ 5 വർഷത്തേക്ക് ഇൻസ്പെക്ടറായിട്ട് നിയമിക്കും.
അപ്പൊ നീണ്ട കാലയളവിലേക്കല്ല ആരായിട്ട് നിയമിക്കുന്നേ, ഇൻസ്പെക്ടറായിട്ട് നിയമിക്കുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ 3 വർഷം, കൂടിപ്പോയാൽ 5 വർഷം. അതുവരെയാണ് ഇൻസ്പെക്ടറായിട്ട് എന്ത് ചെയ്യുന്നത്, ആ വ്യക്തിയെ നിയമിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാം, അവർക്ക് പഴയ ജോലിയിലേക്ക് മടങ്ങിപ്പോകാം. ഇപ്പൊ 3 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു, അവരുടെ കാലാവധി തീർന്നു എന്ന് വിചാരിക്കാം. അതിനുശേഷം അവർ ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ടീച്ചറായിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകാം. പിന്നെ റിട്ടയർമെന്റ് കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ളവരാണെങ്കിൽ പിന്നീട് ജോലി ചെയ്യാൻ പറ്റില്ല കേട്ടോ, അവര് വിരമിക്കും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ മാറ്റുന്നതിന് കാരണം എന്ന് വെച്ചാൽ സ്കൂളിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഒരാൾ തന്നെ എപ്പോഴും ഇൻസ്പെക്ടർ ആയിരിക്കുക, അത് നല്ലൊരു രീതിയല്ലല്ലോ. നമുക്ക് മാറ്റങ്ങൾ വേണ്ടേ. ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എന്നില്ല എപ്പോഴും ഇൻസ്പെക്ടർ, പല വ്യക്തികളാകും. അപ്പൊ കുറെ അധികം കാര്യങ്ങൾ അവരിലൂടെ നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ സക്കീർ ഹുസൈൻ കമ്മിറ്റി, സക്കീർ ഹുസൈൻ കമ്മിറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടർ എന്ന വാക്കിന് പകരം സൂപ്പർവൈസർ എന്ന വാക്ക് ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിച്ചത് സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ്. ഓക്കെ, ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെക്ക് ചെയ്യുക, എല്ലാരും പേടിപ്പിക്കുക, എല്ലാരും കൺട്രോൾ ചെയ്യുക, ആ ഒരു രീതിയിൽ വരും അല്ലെ. പക്ഷെ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ, വ്യത്യാസമില്ലേ വേർഡില്. സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന വ്യക്തിയാണ് അല്ലെ. ഒരു എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഇൻസ്പെക്ടറുടെ ആ ഒരു പ്രതീതി തോന്നില്ല. കാരണം കൂട്ടത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് സൂപ്പർവൈസർ എന്നൊരു പദം നമ്മൾ അല്ലെങ്കിൽ ആ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യം ഇവിടെ സജസ്റ്റ് ചെയ്തത് സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ്. ഇൻസ്പെക്ടർ എന്ന വാക്കിന് പകരം സൂപ്പർവൈസർ എന്ന വാക്ക് ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിച്ചത് സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ്. പിന്നെ എന്താ പറയാ, പുതിയതായിട്ടുള്ള, അതായത് സ്കൂളുകൾക്ക് എപ്പോഴും നല്ല അധ്യാപകരെ പോലെ തന്നെ നല്ല സൂപ്പർവൈസറി സ്റ്റാഫ് പ്രധാനമാണെന്ന് പറഞ്ഞതാരാണ്, അതും സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സക്കീർ ഹുസൈൻ കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരം സൂപ്പർവൈസറുടെ മിനിമം അല്ലെങ്കിൽ ഇൻസ്പെക്ടറുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ സൂപ്പർവൈസറുടെ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ബേസിക് സ്കൂൾ ടീച്ചർ ആയുള്ള ട്രെയിനിങ് വേണം, അതായത് ബേസിക് സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള ട്രെയിനിങ് വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറഞ്ഞത് 2 വർഷത്തെ വിജയകരമായിട്ടുള്ള ഒരു അധ്യാപന പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 2 വർഷമെങ്കിലും നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആയിരിക്കണം. പിന്നെ സൂപ്പർവിഷൻ, അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ 1 വർഷത്തെ പ്രത്യേക ട്രെയിനിങ് വേണം. അപ്പൊ ഇത് കൂടാതെ എന്ത് വേണം, സൂപ്പർവിഷൻ എന്ന സബ്ജക്റ്റിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന വിഷയത്തില് 1 വർഷത്തെ പ്രത്യേക ട്രെയിനിങ് വേണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത് ആരാണ്, അത് സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ്. അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരിശോധന മാത്രമല്ല അവിടെ നടത്തുന്ന ഇൻസ്പെക്ഷൻ പോലെ. പരിചയസമ്പന്നനായിട്ടുള്ള ഒരാൾ വന്നിട്ട് പരിചയം കുറഞ്ഞിട്ടുള്ള സഹപ്രവർത്തകരുമായിട്ട് വ്യക്തിപരമായിട്ട് സഹകരിച്ച് സഹായിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്ന പ്രക്രിയയാണെന്ത്. അപ്പൊ കൺട്രോളിങ്ങിന് പകരം എന്ത് വന്നു, ഇവിടെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വന്നു. അപ്പൊ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഒരു ലീഡറും ഗൈഡും ആയിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ക്ലിയർ ആണോ? യെസ്. പിന്നെ അതുപോലെ തന്നെ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അതിനുള്ള സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോ ഒരു ജില്ലയിൽ തന്നെ, ഡിസ്ട്രിക്റ്റിൽ തന്നെ ആവശ്യത്തിനുള്ള സൂപ്പർവൈസർമാര് വേണം. എണ്ണം കുറയ്ക്കുന്നത് ചെലവ് എന്താണ് ചുരുക്കലല്ല. അതായത് ചില കേസുകളിൽ നമ്മള് പദവികള് അല്ലെങ്കിൽ ചില തസ്തികകളുടെ എണ്ണം വെട്ടിച്ചുരുക്കാറുണ്ട് അല്ലെ. നമ്മള് കേട്ടിട്ടുണ്ടല്ലോ, ടീച്ചർമാരുടെ എന്താ പറയാ തസ്തികകളുടെ എണ്ണം വെട്ടിച്ചുരുക്കി, ഇത്ര പോസ്റ്റുകൾ വെട്ടിച്ചുരുക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ. അതുപോലെ തന്നെ അത് ഇവിടെ ചെയ്യരുതെന്നാണ് പറയുന്നത്. അതായത് ഇൻസ്പെക്ടർമാരുടെ അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം. ആളുകളെ കൂടുതൽ നിയമിക്കും തോറും നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റ് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവരുടെ എണ്ണം കുറയ്ക്കരുതെന്ന് ആര് പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക്
ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ഒന്ന് നോക്കാം. നിങ്ങളൊന്ന് മൈൻഡിൽ റീഡ് ചെയ്യൂ കേട്ടോ. 2 പാരഗ്രാഫ് ലാസ്റ്റ് ടോപ്പിക് ആണേ. കാണുന്നുണ്ടോ? ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. ആദ്യം ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക കേട്ടോ. വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ.
കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. ഇൻസ്പെക്ഷനും സൂപ്പർവിഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നേരത്തെ. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്കൂളിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസത്തിൽ വന്ന് പരിശോധിച്ച് ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങള് റിപ്പോർട്ടായിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ദിവസം ഒരു വ്യക്തി വരുന്നു, അദ്ദേഹം എല്ലാത്തരം കാര്യങ്ങളും നോക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു, അത് ഹയർ അതോറിറ്റീസിന് അയക്കുന്നു, അതിനുശേഷം മേൽ നടപടികൾ സ്വീകരിക്കും. ഇങ്ങനെയാണ് ഇൻസ്പെക്ഷൻ. അപ്പൊ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാല് അത് ഒരു കൺട്രോളിംഗ് സംവിധാനമാണ്. നല്ല രീതിയിൽ പവർ ഉപയോഗിക്കുന്ന ഒരു ജോലിയാണ് അല്ലെ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടി കർക്കശ സ്വഭാവമുള്ള ഒന്നാണ് ഇൻസ്പെക്ഷൻ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കുറച്ചും കൂടി കർക്കശ സ്വഭാവമുള്ള ഒന്നാണെന്ന് തോന്നിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ കുറച്ചും കൂടി കൺട്രോളിംഗ് നേച്ചർ ഉണ്ട്. മാത്രമല്ല കുറച്ച് കർക്കശത്തോട് കൂടിയിട്ടാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടത്തുന്ന ഇൻസ്പെക്ഷൻ ആകുമ്പോൾ, അതായത് ഈ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടി നടത്തുന്ന ഇൻസ്പെക്ഷൻ ആകുമ്പോൾ അത് പ്രത്യേകിച്ച് അധ്യാപകരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഒന്നും തന്നെ വളർത്തുന്നില്ല. അത് മാത്രമല്ല ക്ലാസ് റൂമുകള്, കെട്ടിടങ്ങള്, ഉപകരണങ്ങള്, രജിസ്റ്ററുകള്, റെക്കോർഡുകള്, അക്കൗണ്ടുകള്, ഗ്രാന്റുകള് എന്നിവ പരിശോധിക്കുന്നതിൽ മാത്രമാണ് ഇൻസ്പെക്ഷൻ ഒതുങ്ങുന്നത്. അപ്പൊ കേവലം കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂം ചെക്ക് ചെയ്യുന്നുണ്ട്, ബിൽഡിംഗ് ചെക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ എക്യുപ്മെന്റ് ചെക്ക് ചെയ്യുന്നു, രജിസ്റ്റർ ചെക്ക് ചെയ്യുന്നു, റെക്കോർഡുകൾ ചെക്ക് ചെയ്യുന്നു, രജിസ്റ്ററുകൾ ചെക്ക് ചെയ്യുന്നു, അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യുന്നു, ഗ്രാന്റുകൾ ചെക്ക് ചെയ്യുന്നു. ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഇൻസ്പെക്ഷൻ. ഓക്കെ. പക്ഷെ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമാണ്. കാരണം എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും അധ്യാപകരെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സാഡ്ലർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ 1919-ലാണ്. അപ്പൊ വർഷങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. സാഡ്ലർ കമ്മീഷൻ എന്നാണ് 1919-ലാണ്, 1919-ലാണ്. സാഡ്ലർ കമ്മീഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്:
ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഇൻ മോസ്റ്റ് കേസസ് ഹറിഡ് ആൻഡ് ലാക്കിംഗ് ഇൻ ദ ഫ്രണ്ട്ലി സജഷൻസ്. അതായത് എന്താ പറയാ, അതായത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ തിടുക്കത്തിൽ നടത്തുന്ന ഒന്നാണ്. ധൃതി പിടിച്ചിട്ടാണോ ഇൻസ്പെക്ഷൻ നടത്താറ്? ചില സമയങ്ങളിലല്ലേ ധൃതി പിടിക്കാതെ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ പെട്ടെന്നാണ് ഓടി വരിക അല്ലെ അവര്. അപ്പോ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാല് ധൃതി പിടിച്ച് അല്ലെങ്കിൽ തിടുക്കത്തിൽ നടത്തുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച്, അതായത് സൗഹൃദപരമായിട്ട് ടീച്ചേഴ്സിനോട് കോർഡിനേറ്റ് ചെയ്യാതെയാണ് ആര് നടത്തുന്നത്, ഇൻസ്പെക്ടർ ഇൻസ്പെക്ഷൻ നടത്തുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോ കുറ്റം കണ്ടുപിടിക്കലാണ് ഇൻസ്പെക്ഷന്റെ പ്രത്യേകതയെങ്കിൽ സഹായിച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നതാണ് സൂപ്പർവിഷന്റെ പ്രത്യേകത. മനസ്സിലായോ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്? ക്ലിയർ ആണോ? അപ്പൊ സാഡ്ലർ കമ്മീഷൻ എന്നാണ്. സാഡ്ലർ കമ്മീഷൻ 1990. അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ നോക്കാം. നെക്സ്റ്റ് പേജില് പേജ് നമ്പർ 107 പ്രധാനപ്പെട്ട കമ്മിറ്റികളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ആദ്യത്തെ കമ്മിറ്റിയാണ് ഹർത്തോങ് കമ്മിറ്റി 1929. ഹർത്തോങ് കമ്മിറ്റി കേട്ടോ. അപ്പോ അതെന്താണ് പറയുന്നത് നോക്കാം. ഹർത്തോങ് കമ്മിറ്റി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ചില പ്രധാന പ്രശ്നം അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മതിയായിട്ടുള്ള അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഇല്ലാത്തതാണ്. നമുക്ക് ആവശ്യത്തിന് എന്തില്ല, സ്റ്റാഫുകൾ ഇല്ല. ഇതാണ് എഫിഷ്യൻസി എന്താ പറയാ കുറയാനായിട്ട് കാരണം. സ്കൂളുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തത് അല്ലെങ്കിൽ സ്കൂളിന്റെ എഫിഷ്യൻസി കുറയാനായിട്ട് കാരണം എന്താണ്, മതിയായിട്ടുള്ള അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത്. ഏത് കമ്മിറ്റിയാ? ഓക്കെ. അപ്പോ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫെയിലിയർ ആവാനുള്ള കാരണം മതിയായിട്ടുള്ള സ്റ്റാഫുകളുടെ എണ്ണത്തിന്റെ കുറവാണ്. ഇതുമൂലം എഫിഷ്യൻസി കുറയുന്നു. അതാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു കമ്മിറ്റിയാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. കേട്ടിട്ടുണ്ടോ? മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ മുതലിയാർ കമ്മീഷൻ. ലക്ഷ്മണസ്വാമി മുതലിയാർ ചെയർമാൻ ആയിട്ടുള്ള കമ്മീഷനാണ് എന്ത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എപ്പോഴാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്? 1950 to 1953, 1952-53 കാലഘട്ടത്തിലാണ്. അപ്പോ ഇവര് പറയുന്നതനുസരിച്ച് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് എന്താ പറയാ കുറ്റവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇൻസ്പെക്ഷൻ. പക്ഷെ ഇൻസ്പെക്ടർമാര് ഒരു സ്കൂളിന് ചെലവഴിക്കുന്ന സമയം എന്താണ്, വളരെ കുറവായിട്ടാണ് ആർക്ക് തോന്നിയത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോ സമയത്തിന്റെ ഭൂരിഭാഗം കാര്യങ്ങളും അവര് ഈ ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. റുട്ടീൻ ചെക്കപ്പിനാണ്, എന്താ പറയാ, റുട്ടീൻ വർക്കിനാണ് പോകുന്നത്. അതുകൊണ്ട് കാര്യക്ഷമമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നില്ലെന്നാണ് ആര് സബ്മിറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ ഇൻസ്പെക്ഷൻ വേറെ രീതിയിൽ നോക്കിയാൽ പെർഫെക്റ്റ് ആണ്. പക്ഷെ അവര് സ്കൂളിൽ ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് അതിൽ ചില പോരായ്മകൾ ഉണ്ടെന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മുതലിയാർ കമ്മീഷൻ. ആരാണ് ചെയർമാൻ? ചെയർമാൻ ആരാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ. കേട്ടോ? ലക്ഷ്മണസ്വാമി. കേൾക്കുന്നില്ല? ഇല്ല മിസ്സേ, ഞാനത് പറഞ്ഞതാ, ലക്ഷ്മണസ്വാമി മുതലിയാർ എന്ന് പറഞ്ഞതാ. സ്വാമി മുതലിയാർ ആണ് ചെയർമാൻ ആയിട്ടുള്ളത് കേട്ടോ. 1950 to 53 ആ കാലഘട്ടത്തിലാണ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഇനി അടുത്തൊരു കമ്മിറ്റി
ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മിറ്റി 1964-66. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ പ്രത്യേകത എന്താണ്? ഇൻസ്പെക്ഷന്റെ പോരായ്മകൾ മനസ്സിലാക്കി സൂപ്പർവിഷന് പ്രാധാന്യം കൊടുത്തു. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇൻസ്പെക്ഷന്റെ പോരായ്മകൾ അവര് എടുത്തു പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? സൂപ്പർവിഷന് പ്രാധാന്യം കൊടുത്തു. അപ്പോ സ്കൂളിന്റെ വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആയിട്ട് എന്ത് മാറി? സൂപ്പർവിഷൻ മാറി. സൂപ്പർവിഷൻ എല്ലായിടത്തും വേണം. സൂപ്പർവൈസറി രീതിയിലാണ് ചെക്ക് ചെയ്യാൻ വരുന്ന ആള് കാര്യങ്ങൾ നോക്കി കാണേണ്ടതും ചെക്ക് ചെയ്യേണ്ടതുമാണ് അവര് പറഞ്ഞു വെച്ചത് കേട്ടോ. അപ്പോ ഇൻസ്പെക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇടയ്ക്കിടെ സ്കൂള് നിർദ്ദേശിച്ച് എന്ത് ചെയ്യും? മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഇടയ്ക്കിടെയാണ് വരുന്നത് കേട്ടോ, വല്ലപ്പോഴും ഒരിക്കലല്ല. ഇൻസ്പെക്ഷൻ എന്ന പോലെ വല്ലപ്പോഴും ഒരിക്കലല്ല വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? സ്കൂളുകൾ ചെക്ക് ചെയ്യും, എന്നിട്ട് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും. പിന്നെ ഇതിന്റെ പ്രധാന ലക്ഷ്യം, സൂപ്പർവിഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അധ്യാപകരുടെ വളർച്ച, പിന്നെ അവരെ ഏകോപിപ്പിക്കുക, അവരെ കോർഡിനേറ്റ് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ ലീഡ് ചെയ്യുക. ഇതാണ് ഇൻസ്പെക്ഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ ഇൻസ്ട്രക്ഷൻസിന്റെ മെച്ചപ്പെടുത്തലിൽ നിന്ന് ലേണിംഗിന്റെ വളർച്ചയിലേക്ക് മാറുന്നു. അതായത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതിലുപരി ഒരു ലേണിംഗ് പ്രോസസ് ആയിട്ട് എന്ത് മാറുന്നുണ്ട്? സൂപ്പർവിഷൻ മാറും കേട്ടോ. ഓക്കെ, അപ്പോ എന്താ പറയാ, സൂപ്പർവിഷന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റ്, അധ്യാപകന്റെ വികസനം. പിന്നെ സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റ്, വിദ്യാർത്ഥിയുടെ വളർച്ച. അധ്യാപന പഠന പ്രക്രിയയുടെ മെച്ചപ്പെടുത്തൽ, ടീച്ചിങ് മെത്തേഡിന്റെയും ലേണിംഗ് മെത്തേഡിന്റെയും ഇംപ്രൂവ്മെന്റ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സൂപ്പർവിഷന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ എന്നല്ലേ. മനസ്സിലായിട്ടുണ്ടോ ഇമ്പോർട്ടന്റ് ഏരിയകൾ ഏതാണെന്ന്? മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞുതരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ ഒന്ന് മാർക്ക് ചെയ്ത് പൊയ്ക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ തുടങ്ങാം അല്ലെ. ലാസ്റ്റ് നമുക്ക് ഫസ്റ്റ് പേജിലോട്ട് പോകാം. അപ്പൊ ഇതിനകത്ത് സ്കൂൾ ഇൻസ്പെക്ഷൻ ചാപ്റ്റർ 6 4 നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഭാഗങ്ങള്, പ്രധാനപ്പെട്ട കമ്മിറ്റികള്, അതിന്റെ വർഷങ്ങള് അല്ലെ. സാഡ്ലർ കമ്മീഷൻ എന്നാ? സാഡ്ലർ 1919. ഹർത്തോം കമ്മിറ്റി എന്നാ? 1929. ഓക്കെ. മുതലിയാർ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാ? 1964 Secondary Education Commission. കമ്മീഷൻ 1952-53 അല്ലേ. അപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാ? 1964-64. 1964 അല്ലേ. പിന്നെ സൂപ്പർവിഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ടീച്ചർ സ്റ്റുഡൻസ് ഡെവലപ്മെന്റ്, Growth of the student, improvement of teacher learning process. ഓക്കെ. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോളിംഗ് സംവിധാനമാണോ? ആണല്ലേ. പിന്നെ ഈ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതിനെയാണ് നമ്മൾ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. കേട്ടിട്ടുണ്ടോ നിങ്ങള് കോത്താരി കമ്മീഷൻ? അപ്പൊ അതൊന്ന് സൈഡിൽ എഴുതി വെക്കുക കേട്ടോ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66 is also known as കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷന്റെ പ്രത്യേകത എന്താ? ഇൻസ്പെക്ഷന്റെ പോരായ്മകൾ കണ്ടുപിടിച്ചിട്ട് അവർ കൂടുതൽ സൂപ്പർവിഷന് പാറ്റേൺ ഉണ്ട് അല്ലെ. 10+2+3 10 വരെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, തുടർന്ന് ഹയർ സെക്കൻഡറി, പിന്നീട് നമ്മള് ഡിഗ്രി അല്ലെ, കോളേജ് തലം. ആ ഒരു ഇത്
അറേഞ്ച്മെന്റ് കൊണ്ടുവന്നത് ആരാ? കോത്താരി കമ്മീഷണർ. 10+2+3 മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. പിന്നീട് അത് 4 വർഷത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതായത് അത് വേറൊരു കമ്മിറ്റിയാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു കസ്തൂരി രംഗൻ കമ്മിറ്റിയാണെന്ന് തോന്നുന്നു അങ്ങനെ ആക്കിയത്. അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ. ഇതിന്റെ പേരാണ് കോത്താരി കമ്മീഷൻ. അപ്പൊ പ്രധാനപ്പെട്ട കമ്മിറ്റികളും അതിന്റെ വർഷങ്ങളും പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനസ്സിലായല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് സക്കീർ ഹുസൈൻ കമ്മിറ്റിയുടെ പ്രത്യേകത എന്താ? ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന വേർഡ്, സൂപ്പർവിഷൻ എന്ന് പറയുന്ന വേർഡ് സജസ്റ്റ് ചെയ്ത കമ്മീഷൻ ഏതാ? സക്കീർ ഹുസൈൻ കമ്മിറ്റി. സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഓക്കെ. പിന്നെ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ഇൻസ്പെക്ടർ? 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? ടീച്ചേഴ്സ് വിത്ത് 10 year experience. Experience is headmaster of high school. Qualified staff of training colleges. All of the above. ഏതാ വരിക? All of the above. പിന്നെ ഇതിൽ നമ്മൾക്ക് നോക്കാനുള്ളത് ഇതൊക്കെ നോക്കി വെക്കണം കേട്ടോ. ക്വാളിറ്റി ഓഫ് ഗുഡ് ഇൻസ്പെക്ടർ. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഇൻസ്പെക്ടർ എന്ന് ചോദിക്കാം. അപ്പൊ ഹെഡിങ്ങുകൾ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. ഉള്ളിലുള്ളത് ഡെപ്തിൽ പഠിച്ചില്ലെങ്കിൽ കൂടിയും എന്ത് ചെയ്യണം? ഹെഡിങ്ങുകൾ മെയിൻ ആയിട്ട് നോക്കി വെക്കണം. മാൻ ഓഫ് എഡ്യൂക്കേഷൻ മിഷൻ, ദെൻ മാൻ ഓഫ് ഫെയ്ത്ത്, മാൻ ഓഫ് എക്സ്പെരിമെന്റ്, മാൻ ഓഫ് പ്ലാനിങ്, മാൻ ഓഫ് സിംപതി, കൺസ്ട്രക്റ്റീവ് മൈൻഡ്. അതൊക്കെ എന്ത് ചെയ്യുക? എല്ലാ പോയിന്റുകളും നോക്കി വെക്കുക. മനസ്സിലായല്ലോ? അപ്പൊ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ഇൻസ്പെക്ടർ എന്ന് ചോദിക്കാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ചോദ്യം വരിക കേട്ടോ. നെക്സ്റ്റ് വൺ ഇതുപോലെ തന്നെയാണ് കേട്ടോ. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഇൻസ്പെക്ഷൻ? അതായത് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നോക്കി വെക്കണം കേട്ടോ. എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ ഗ്രോത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്, പ്രിൻസിപ്പിൾ ഓഫ് തൊറാനസ്. അതൊക്കെ നോക്കി വെക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഈ ഇന്ത്യയിൽ തുടക്കത്തിൽ 2 പേര് ചേർന്നിട്ടാണ് സ്കൂൾ ഇൻസ്പെക്ഷന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ 2 വ്യക്തികളുടെ പേരെന്താ? 1936 ഗുഡ്സ് ഡിസ്പാച്ചിന്റെ വർഷം എന്നാണ്? ഗുഡ്സ് ഡിസ്പാച്ച് 1854. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് നോക്കാനുള്ളത് ഇത്രയുമാണ് കേട്ടോ. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ചാപ്റ്റർ നമ്പർ 3 കേട്ടോ. 3rd ചാപ്റ്റർ എടുത്തോളൂ, എടുത്തു വെച്ചോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ അപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ നമ്മള് ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഒരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരെന്താ?
Odd weighted. ഓഡ് വെയ്റ്റഡ് ജനറൽ അഡ്മിനിസ്ട്രേഷനെ 5 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്രൊഡക്ഷൻ, അഷ്വറിംഗ് പബ്ലിക് യൂസ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, പേഴ്സണൽ ആൻഡ് കോർഡിനേഷൻ. അപ്പൊ 5 ഏരിയകൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, പ്രധാനമായിട്ട് 5 ഏരിയ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ, അതില് വേർഡുകൾ പറയുന്നുണ്ട്. The word discipline is supposed is to from the Latin word discipline എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വേർഡുകൾ കൊടുത്തിട്ടില്ലേ. ഡിസിപ്പിൾ എന്താണ്, ലാറ്റിൻ വേർഡ് ആണോ? ഡിസിപ്പിൾ അതിന്റെ മീനിങ് എന്താണ്? അതൊക്കെ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ക്ലാസ്സിൽ, അത് നോക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിനിൽ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ദ ഗ്രേറ്റ് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ സെഡ് എ നാഷൻ ഈസ് നോട്ട് ബിൽറ്റ് ബൈ മൗണ്ടെയിൻസ് ആൻഡ് ട്രീസ്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ഇറ്റ് ഈസ് ബിൽറ്റ് ബൈ ദ ക്യാരക്ടർ ഓഫ് ഇറ്റ്സ് സിറ്റിസൺസ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, അത് പഠിച്ചു വെക്കുക. പിന്നെ ഹെഡ് മാസ്റ്ററെ കുറിച്ചൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഹെഡ് മാസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹെഡ് മാസ്റ്റർ, ടീച്ചർ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. അടുത്ത പ്രധാനപ്പെട്ട ഏരിയ പ്രാക്ടിക്കൽ മെഷർ ഫോർ സ്കൂൾ മാനേജ്മെന്റ്. ഏതൊക്കെയാണോ ഉള്ളത് അതിനകത്ത് നമുക്ക് പ്രാക്ടിക്കൽ മെഷർ ഓഫ് സ്കൂൾ മാനേജ്മെന്റില് സ്റ്റാഫ് കൗൺസിൽ, Staff council, student council, staff meeting, special committee. പ്രാക്ടിക്കൽ മെഷേഴ്സ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയേ, സ്റ്റാഫ് കൗൺസിൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് പഠിച്ചു വെക്കണം. അങ്ങനെ തന്നെ the aim of the council is to plan all important matters of the school. അണ്ടർലൈൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സ്റ്റാഫ് കൗൺസിൽ, സ്റ്റുഡൻസ് കൗൺസിലും ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാഫ് മീറ്റിങ്ങുകൾ ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ കമ്മിറ്റി ഓഫ് പീപ്പിൾസ്, സോഷ്യൽ സർവീസ് പാർട്സ്, അതൊക്കെ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. പിന്നെ അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ആണ് സ്കൂൾ റെക്കോർഡുകൾ കേട്ടോ. സ്കൂൾ റെക്കോർഡുകളില് നീഡ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ 1, 2, 3, 4th പോയിന്റ്, 5th അല്ല, എത്രയാണ്, 9th പോയിന്റ് വരെ ഉണ്ട്. അത് മൊത്തം വായിച്ച് പഠിച്ചു വെക്കുക. ഓക്കെ, എത്ര ശതമാനം അറ്റൻഡൻസ് ഉണ്ടെങ്കിലാണ് ബോർഡ് എക്സാം എഴുതാൻ സാധിക്കൂ? 75%. 75% അല്ലേ? ഓക്കെ, എത്ര പെർസെന്റേജ് ക്ലിയർ ആയില്ല? എത്ര ശതമാനം, എത്ര പെർസെന്റേജ് അറ്റൻഡൻസ് ഉണ്ടെങ്കിലാണ് ബോർഡ് എക്സാം എഴുതാൻ സാധിക്കൂ ഒരു കുട്ടിക്ക്? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് 75% കേട്ടോ. പിന്നെ ജനറൽ റെക്കോർഡ്സിൽ വരുന്ന റെക്കോർഡുകൾ എന്തൊക്കെയാണ്? ജനറൽ റെക്കോർഡിൽ ഏതൊക്കെ റെക്കോർഡുകളാണ് വരുന്നത്? ഒന്ന് പറഞ്ഞേ. കലണ്ടർ, ലോങ് ബുക്ക്, Calendar, logbook, visitors book, service register of the employee, admission register, personal record of the teacher, transfer certificate file, duty register of teacher, others book. പിന്നെ ഫിനാൻഷ്യൽ റെക്കോർഡ്സിലോ? Occupancy roll, contingency register, bill register, register of scholarship, register of donations, students fund register, cash book, trunk call register, fee collection register. പിന്നെ കറസ്പോണ്ടന്റ് റെക്കോർഡ്സ് ഉണ്ട്. അതൊക്കെ നോക്കി വെക്കണോണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത് കേട്ടോ.
ഏതൊക്കെയാണ് ട്രങ്കോൾ ഡിസ്റ്റർ എന്താണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോക്കി വെക്കുക. പിന്നെ ടൈം ടേബിൾ ഉണ്ട്, അതൊക്കെ നോക്കി വെക്കണം. പിന്നെ സ്കൂൾ കലണ്ടറുകളുടെ പ്രത്യേകത എന്താ? സ്കൂൾ കലണ്ടറിന്റെ പ്രത്യേകത എന്താ? കുറെ പ്രത്യേകതകളില്ലേ? ഉണ്ടാവും, അത് നോക്കി വെക്കുക. പിന്നെ ലോഗ് ബുക്ക് എന്താണ്? ലോഗ് ബുക്ക് എന്താ? ലോഗ് ബുക്ക് ഒരു സ്കൂളിൽ ഒരു വർഷം നടക്കുന്ന ഔദ്യോഗിക കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നത്. അഡ്മിഷൻ രജിസ്റ്ററോ? ഇതൊക്കെ ഒരൊറ്റ വാക്കിലായിരിക്കും കേട്ടോ ചോദിക്കുന്നത്. എല്ലാരും കൂടി ഉണ്ടാവില്ല, അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. കുറെ അധികം പഠിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല, വളരെ ചുരുക്കിയിട്ട് മാത്രം പഠിച്ചു വെക്കുക. അഡ്മിഷൻ രജിസ്റ്റർ ആയാലും ലോഗ് ബുക്ക് ആയാലും. മനസ്സിലായോ? വളരെ ചുരുക്കി 1-2 സെന്റൻസ് ഉണ്ടാവും അതിനെ കുറിച്ച് ചോദിക്കാൻ. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയാൽ മതി കേട്ടോ എന്താണെന്നുള്ളത്. അഡ്മിഷൻ രജിസ്റ്റർ എന്താണെന്ന് പറഞ്ഞാൽ അതൊറ്റ വാക്കിൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം, അത്രേ ഉള്ളൂ. ഓക്കെ, മാം പി ജിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് MCQ ടൈപ്സ് നമുക്ക് ഡിപ്ലോമ വരുന്ന പോലെയാണോ അതോ? എന്താണ് മാം പി ജിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മളുടെ ഡിപ്ലോമയിൽ വന്ന പോലെ മീൻസ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെ അല്ലേ? ക്വസ്റ്റ്യൻ പാറ്റേൺ ആണോ ചോദിക്കുന്നത്? MCQ ആണ്, MCQ ആണ് അതെ കേട്ടോ. അതെ അതെ തന്നെ. അതെ, പിന്നെ അഡ്മിഷൻ രജിസ്റ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്മിഷൻ രജിസ്റ്ററിൽ ഉണ്ടാവുക? അതിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. സീരിയൽ നമ്പർ ആൻഡ് നെയിം ഓഫ് ദി സ്റ്റുഡന്റ്, ഫാദേഴ്സ് നെയിം, കാസ്റ്റ്, ഒക്യുപ്പേഷൻ, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്റർ അത് നോക്കി വെക്കണം, എന്താണെന്ന് വായിച്ചു വെക്കണം. ടീച്ചേഴ്സ് അറ്റൻഡൻസ് രജിസ്റ്റർ അത് നോക്കി വെക്കുക. പിന്നെ ക്യാഷ് ബുക്ക് എന്താ? ക്യാഷ് ബുക്ക് ഇസ് എ റെക്കോർഡ് ഓഫ് ഓൾ മണി ട്രാൻസാക്ഷൻസ് ഒക്യൂറിംഗ് ഡേ ടു ഡേ ഇൻ സ്കൂൾ അല്ലെ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ക്യുമുലേറ്റീവ് റെക്കോർഡ് നമുക്ക് വേണ്ട. പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ എന്താണ്? സ്റ്റോക്ക് രജിസ്റ്റർ എന്താണ്? സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ് എന്താ? എന്തിനാ സൂക്ഷിക്കുന്നത് സ്കൂളില്? സ്കൂളിലുള്ള പ്രോപ്പർട്ടീസ്, പർച്ചേസിംഗിന്റെയും ഫർണിച്ചറിന്റെ ഒക്കെ റെക്കോർഡ്സ്. Name of the article, quantity and cost of the article, date of purchase, name of the pay which separate the articles, the authority of ordering purchase, signature of the authority, അതൊക്കെ ഉണ്ടാവും അല്ലെ. പിന്നെ സർവീസ് ബുക്ക് കേട്ടോ. സർവീസ് ബുക്ക് എന്താ? സർവീസ് ഹിസ്റ്ററി ഓഫ് ദ എംപ്ലോയി ആണ് കേട്ടോ സർവീസ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നെയിം, റെസിഡൻസ്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ ടീച്ചേഴ്സ് ഡേ രജിസ്റ്റർ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒന്ന് വായിച്ചു നോക്കാം ടീച്ചേഴ്സ് ഡേയുടെ. പിന്നെ വിഡ്രോവൽ രജിസ്റ്റർ അല്ലെ. വിഡ്രോവൽ രജിസ്റ്റർ അല്ലെ. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഏതിന്റെ ബേസിലാണ്? ഏതിന്റെ ബേസിലാ? പിന്നെ ഡാറ്റ എൻട്രി ഇന്ന് സ്കൂളുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് എന്ത്? കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു. ഓക്കെ, ഇത്രയുമാണ് കേട്ടോ നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങള്. പിന്നെ സ്റ്റോക്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. മെയിൻ്റനൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ്സിൽ സ്റ്റോക്ക് ലിസ്റ്റ്, പർട്ടിക്കുലേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കി വയ്ക്കും. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ആണോ? കുറെ ഉണ്ടെന്നുള്ളു അല്ലേ? എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? എളുപ്പമാണ്. വളരെ എളുപ്പമാണ്, പേടിക്കുന്ന രീതിയിലൊന്നും തന്നെ ഇല്ല. സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി, സിമ്പിൾ ആയിട്ട് എക്സാം എഴുതാം. ഓക്കെ, അപ്പോ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? അത് ഇനി നമ്മളിനി കോൺവെക്കേഷനാ കാണുക അല്ലേ? ടീച്ചർ മോക്ക് ടെസ്റ്റ് ഇടണേ. മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾ ഓർമ്മിച്ചത് നന്നായി. 2 എണ്ണത്തിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട് അല്ലേ? 4ാമത്തെ ചാപ്റ്ററും 6ാമത്തെ ചാപ്റ്ററും ഇട്ടേക്കാം. ഇന്ന് തന്നെ ഇട്ടേക്കാം. ടീച്ചർ മൊഡ്യൂൾഡ് 5-ലുള്ള മോക്ക് ടെസ്റ്റ് ഒന്നും കിട്ടിയില്ലല്ലോ, ഒരു ചാപ്റ്ററിന്റെ മാത്രം കിട്ടിയത്. ഒരു ചാപ്റ്ററിന്റെ കിട്ടിയായിരുന്നോ? 1ന്റെ കിട്ടിയത്. 3rd ചാപ്റ്ററിന്റെ ഞാൻ തന്നായിരുന്നോ?
ഇല്ലല്ലോ. ഇല്ല. ഇല്ല മാം, കിട്ടിയിട്ടില്ല. മാം എടുത്തത് കിട്ടിയിട്ടില്ല. 3rd ചാപ്റ്ററും 6th ചാപ്റ്ററും കിട്ടിയിട്ടില്ല. 3rd 6ഉം ഞാൻ കൊടുത്തേക്കാം കേട്ടോ, പറഞ്ഞേക്കാം. ഓക്കെ. മൊഡ്യൂൾ 5-ലുള്ളതും കിട്ടിയില്ലല്ലോ മിസ്. മൊഡ്യൂൾ 5-ലുള്ളത് ഞാൻ എടുത്തിട്ടില്ല. വേറെ ടീച്ചേഴ്സ് ആണോ തരാനുള്ളത്? ആ തരാം. വേറെ ടീച്ചേഴ്സിന്റെ മാം. ആ കൊടുത്തേക്കാം കേട്ടോ, പറഞ്ഞേക്കാം. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? മിസ്സേ താങ്ക്സ് പറയാനുണ്ട് എല്ലാരോടും, ഫ്രണ്ട്സിനോടും. അതെ, ഇനി കാണാത്തവരും കണ്ടവരും ശബ്ദം കൊണ്ട് മാത്രം കേട്ട 3 ബാച്ചുകാരും എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ. അപ്പൊ നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ കുറച്ച് ഭാഗത്തെത്തിയപ്പോ നമ്മൾ കുറച്ച് സ്പീഡായി, കാരണം നമ്മുടെ ബാച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്പീഡ് ആക്കിയത് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്റെ തോന്നലാണ് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും മാം നല്ല രീതിയിലാണ് ക്ലാസ് എടുത്തത്, നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം 1 മാസമൊക്കെ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് ആണ് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ കിട്ടിയത്. അത് വലിയൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മാമിന്റെ ക്ലാസ്സിൽ ഒന്നും സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. ഒരു നമ്മുടെ ഒരു ഡിപ്ലോമ തുടങ്ങിയ ഒരു പകുതിക്കൊക്കെ തുടങ്ങിയിരുന്ന കൂടെ നമ്മൾ തമ്മിൽ നല്ല ഇന്ററാക്ഷൻ ഒക്കെ ആയേനെ. ഇപ്പൊ മാമിന് ഞങ്ങൾക്ക് മാമിനെ അങ്ങ് നന്നായിട്ട് അറിയാനോ ഒന്നും പറ്റിയില്ല. കുറച്ചു നാളല്ലേ പറ്റിയുള്ളൂ. പേര് പോലും മാമിന് ഓർത്ത് കാണില്ല. കോൺവെക്കേഷൻ വരുമ്പോ കാണാം കേട്ടോ. നിങ്ങൾ മുന്നോട്ട് എടുത്തത് എനിക്കറിയില്ല നിങ്ങളെ. അപ്പൊ എന്നോട് വന്ന് പറയണം, ഇന്നതാണ്, ഇന്ന കുട്ടിയാണ് 16th ബാച്ചാണെന്നൊക്കെ വന്ന് പറയണം കേട്ടോ. എല്ലാവരും തന്നെ. ഇപ്പൊ 15th ആയാലും 16th ആയാലും 17th ആയാലും വരിക കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്കത് വലിയ സന്തോഷം. കാണാൻ പറ്റുന്ന സങ്കടമുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കഴിഞ്ഞു. അപ്പൊ മിസ്സുമാരെ ഇനി കാണാൻ പറ്റുന്ന സങ്കടമുണ്ട്. താങ്ക് യു മിസ്, ഒരുപാട് നന്ദി. താങ്ക് യു മിസ്സേ. ഞങ്ങൾക്ക് ഇത്ര Thank you so much. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. കോൺവെക്കേഷൻ. ഓക്കെ. ബൈ. Bye. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.